അപ്പോൾ നമ്മൾ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ അഭിന്നക ഗുണനം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചിട്ടുണ്ടെന്ന്. അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഇത് ഇങ്ങനെ ചോദിക്കാം. എക്സ്പാൻഡ് എന്താണിത്? √3 - 5 ഹോൾ സ്ക്വയർ. ആ അകത്തെ നമ്പർ എന്ത് വേണമെങ്കിലും വരാം, അല്ലെങ്കിൽ ആദ്യം പ്ലസ് ഇടാം. √3 + 5 ഹോൾ സ്ക്വയർ. ഇങ്ങനെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കാം. ഇങ്ങനെ ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇപ്പൊ √3യുടെ സ്ക്വയർ എത്രയാണ്? റൂട്ടിന്റെ സ്ക്വയർ വന്നാൽ നിങ്ങൾ ആലോചിച്ചോളണം, ഈ റൂട്ട് പോവും, ഉത്തരം അതിൻ്റെ അകത്തുള്ളത് തന്നെ. ഇപ്പൊ √2ന്റെ സ്ക്വയർ വന്നാൽ ആൻസർ എത്രയാണ്? ഈ റൂട്ട് പോവും, ഉത്തരം 2. √5ന്റെ സ്ക്വയർ വന്നാൽ ആൻസർ എത്രയാണ്? 5. പക്ഷേ ഇത് ചെയ്യാൻ നമുക്ക് രണ്ട് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. നമുക്കറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ് ഇത്. a + b ഹോൾ സ്ക്വയർ. ഇങ്ങനെ രണ്ട് സാധനം പ്ലസ് ഇട്ട് സ്ക്വയർ തന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ എടുക്കുക, a². പ്ലസ് ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല, എല്ലായിടത്തും പ്ലസ് ഇടുക. 2 ഇൻറ്റു ആദ്യത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ നമ്പർ 2ab പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ. അപ്പൊ നോക്കിയാൽ ഈ ഇക്വേഷൻ എന്താ? പ്ലസ് ഇട്ടാ വന്നേക്കുന്നത്. ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ ആദ്യം എഴുതി, രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ അവസാനം എഴുതി. നടുക്ക് എഴുതേണ്ടത് 2 ഇൻറ്റു സ്ക്വയർ വന്നിരിക്കുന്ന കാരണം 2 ഇൻറ്റു ab. നോക്കി, a² + 2ab + b². എളുപ്പമല്ലടാ, ഭയങ്കര എളുപ്പമല്ലേ? ഇനി ഇത് മൈനസ് ഇട്ട് വന്നാലോ? a - b ഹോൾ സ്ക്വയറോ? നമുക്ക് ഇതിന്റെ അകത്ത് വരുന്ന സാധനങ്ങളൊക്കെ സെയിം. ഇതേ രണ്ട് നമ്പർ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ എടുക്കുക, രണ്ടാമത്തെ നമ്പർ അവസാനം രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ എടുക്കുക. നടുക്ക് വേണ്ടത് പഴയതുപോലെ തന്നെ, 2ഉം എയും ബിയും ആയതുകൊണ്ട് 2ab. പക്ഷെ മൈനസ് വന്നത് കാരണം ശ്രദ്ധിക്കണം, മൈനസ് വന്നത് കാരണം ആദ്യം മൈനസും പിന്നെ പ്ലസും. രണ്ടും മൈനസ് അല്ല കേട്ടല്ലോ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. രണ്ടും മൈനസ് അല്ല. എന്താണ്? ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും. ഈ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടല്ലോ. വേണേ ഇത് വേറൊരെണ്ണം എഴുതി കാണിച്ചു തരാം. x + y ഹോൾ സ്ക്വയർ. എങ്ങനെ എടുക്കൂടാ? ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഈ 2 ഇൻറ്റു ആദ്യത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ നമ്പർ xy പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ y². ഇത് തന്നെ മൈനസ് ഇട്ട് വന്നാലോ? x - y ഹോൾ സ്ക്വയർ. എങ്ങനെയാണ്? ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ മൈനസ് ആയതുകൊണ്ട് മൈനസ് കേട്ടല്ലോ. ഇനി എന്ത് ചെയ്യണം? 2 പറഞ്ഞിരിക്കുന്ന കാരണം 2 ആദ്യത്തെ നമ്പരും അവസാനത്തെ നമ്പരും xy. അടുത്തത് മൈനസ് അല്ല, പ്ലസ് അവസാനത്തെ നമ്പറിന്റെ സ്ക്വയർ. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം. a + b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? a² + 2ab + b². a - b ഹോൾ സ്ക്വയർ എന്താണ്? a² - 2ab + b². ഇനി അത് പഠിച്ചില്ലെങ്കിലും എഴുതേണ്ട രീതി പഠിച്ചാൽ മതി. ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആദ്യത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ നമ്പർ പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ. ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? a + b ഹോൾ സ്ക്വയർ ഫോമിലാണ്. പ്ലസ് അല്ലേ വന്നേക്കണം. ഇതിന്റെ ഉത്തരം എന്തായിരുന്നു? a² + 2ab + b² എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കണം? ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ എടുക്കണം. 3യുടെ സ്ക്വയർ എടുത്തു, പ്ലസ് ഇട്ടു. 2 പറഞ്ഞിരിക്കുന്ന കാരണം 2 ഇൻറ്റു ആദ്യത്തെ നമ്പർ എടുക്കുക √3 ഇൻറ്റു രണ്ടാമത്തെ നമ്പർ എടുക്കുക 5 പ്ലസ് കഴിഞ്ഞില്ല രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ. നോക്കിയേ, ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ 2 ഇൻറ്റു ആദ്യത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ. ഇത്രേ ഉള്ളൂ. ഇത് ചെയ്ത് എഴുതി വെച്ചാൽ മതി. √3യുടെ സ്ക്വയർ എത്രയാണ്? 3 നമ്മൾ പറഞ്ഞതാണ്. പ്ലസ് 2 ഇൻറ്റു √3 ഇൻറ്റു 5. ഇവിടെ 2ഉം 5ഉം കൂടി ഗുണിച്ച് നമ്പറുകൾ ഗുണിച്ച്, റൂട്ടിലെ വേറെ ഗുണിക്കാൻ അല്ലേ. ഇപ്പൊ 2ഉം 5ഉം കൂടി ഗുണിച്ച് 2 ഇൻറ്റു 5 10 എഴുതാം. √3 അതുപോലെ തന്നെ. ഇപ്പൊ 10 √3 പ്ലസ് 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. അപ്പൊ നോക്കി, നമ്പറുകൾ ഏതൊക്കെയാണുള്ളത്? 25 ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ 25ഉം 3ഉം കൂടി കൂട്ടി എത്ര എഴുതാം? 28 എഴുതാം. പ്ലസ് ബാക്കി എത്രയുണ്ട്? 10 √3. കൂട്ടാൻ പറ്റുമോ? ഇത് ഇല്ല. ഇത് √3ഉം ഇത് √3 ഇല്ലാത്തതും. അപ്പൊ ഇത്രയും ചെയ്തോളാം. അപ്പൊ ഈ ഒരു മോഡലിലാണ് ചോദ്യം വരുന്നതെങ്കിൽ ശ്രദ്ധിച്ചോളണം. ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് സ്ക്വയറിലാണ് ചോദ്യം വരുന്നതെങ്കിൽ ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്യണം. ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? ഒരു 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ? ശ്രദ്ധിച്ചു. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ചു. ഒന്നാമത്തെ ചോദ്യം നോക്കി,
√2 പ്ലസ് √3 രണ്ടും റൂട്ടുള്ളത് ഹോൾ സ്ക്വയർ. എടാ ഇത് പ്ലസ് ഇട്ട് തന്നെ വന്നേക്കണം. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ആദ്യം ആ ഇക്വേഷൻ ഒന്ന് എഴുതിയേക്കാം അല്ലേ. a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു പ്ലസ് ഇട്ടാ വന്നേക്കണം ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പറിന്റെ സ്ക്വയർ. അപ്പോൾ എന്തെടുക്കുക, ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ എടുക്കുക. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ആദ്യത്തെ നമ്പർ എത്രയാണ്, √2 സ്ക്വയർ എടുത്തു പ്ലസ് സ്ക്വയർ പറഞ്ഞിരിക്കുന്നത് കാരണം 2 ഇൻറ്റു √2 ഇൻറ്റു √3 ഫസ്റ്റ് നമ്പരും സെക്കൻഡ് നമ്പരും പ്ലസ് ഇനി രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ √3 സ്ക്വയർ. അപ്പൊ ആൻസർ എത്ര വന്നു വയ്ക്കൂ, √2 സ്ക്വയർ. റൂട്ടിന്റെ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ റൂട്ട് പോവും, ബാക്കി ആൻസർ 2 പ്ലസ് ഇവിടെ നോക്കേ 2 ഇൻറ്റു വേറെ നമ്പറുകളൊന്നുമില്ല, അപ്പൊ 2 അതുപോലെ തന്നെ എഴുതി. √3 √2 കൂടി ഗുണിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതെന്ന് നോക്കിയേ, √2 √3 കൂടി എങ്ങനെ ഗുണിക്കണം, 2 റൂട്ടുകളാണെങ്കിൽ 2 കൂടി ഒരുമിച്ചാക്കണം, 2 3 കൂടി ഗുണിച്ച് അകത്ത് എഴുതണം. അപ്പൊ √6 അല്ലേ. അപ്പൊ 2√6 എന്ന് വരും പ്ലസ് √3 സ്ക്വയർ എത്രയാണ്, ഈ റൂട്ടും സ്ക്വയറും പോകും, ആൻസർ എത്രയാണ് 3. അപ്പൊ 3ഉം 2ഉം കൂടി കൂട്ടാം 5 പ്ലസ് 2√6 ഇങ്ങനെ ആൻസർ വരും. എളുപ്പമല്ലടാ, ഭയങ്കര എളുപ്പമല്ലേ. മൈനസ് ഇട്ട് ഒരെണ്ണം ചെയ്യാം, നോക്കി √5 മൈനസ് 1 ഹോൾ സ്ക്വയർ. തെറ്റിക്കരുതേ, നോക്കിയോ മൈനസ് ഇട്ട് ചെയ്യാം. ഇക്വേഷൻ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് എഴുതിയേക്കാം. a മൈനസ് ബി ഹോൾ സ്ക്വയർ എങ്ങനെയായിരുന്നു വരുന്നത്, ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ, അടുത്ത ചിഹ്നം മൈനസ് ആണ്, ബാക്കിയൊക്കെ സെയിം തന്നെ. 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ, പിന്നത്തെ ചിഹ്നം പ്ലസ് ആണ് കേട്ടോ, രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ. അപ്പൊ തുടങ്ങാം. ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ എടുക്കുക, √5 സ്ക്വയർ എടുത്തു മൈനസ് 2 ഇൻറ്റു ആദ്യത്തെ നമ്പർ എത്രയാണ്, √5 ഇൻറ്റു രണ്ടാമത്തെ നമ്പർ എത്രയാണ് 1 പ്ലസ് 1ന്റെ സ്ക്വയർ എടുത്തു. നോക്കിയേ, റൂട്ടിന്റെ സ്ക്വയർ എടുത്താൽ റൂട്ടും സ്ക്വയറും പോകും, ആൻസർ എത്രയാണ് 5 മൈനസ് റൂട്ട് വേറെ ഒന്നുമില്ല, √5 അതുപോലെ തന്നെ എഴുതി. 2 ഇൻറ്റു 1 ചെയ്യുമ്പോൾ എത്രയാണ് 2 പ്ലസ് 1ന്റെ സ്ക്വയർ എത്രയാണ് 1. നോക്കിയേ നമ്പർ ഏതൊക്കെയാണുള്ളത്, 5 ഉണ്ട് 1 ഉണ്ട്. 5 പ്ലസ് 1 എത്രയാണ് 6. പിന്നെ ഉള്ളത് മൈനസ് 2√5. കൂട്ടി എഴുതാൻ പറ്റുമോ, ഇല്ല. ഒരെണ്ണം √5 ഉള്ളതും ഒരെണ്ണം √5 ഇല്ലാത്തതും. കേട്ടല്ലോ. അപ്പൊ ഈ മോഡലിൽ ചിലപ്പോൾ ഒരു ചോദ്യം വരാം. കേട്ടല്ലോ. അപ്പൊ ഏത് ഇക്വേഷൻ പഠിക്കണം, 2 ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിക്കണം, അതല്ലാതെ വേറെ ഒരു രക്ഷയില്ല മക്കളെ. a പ്ലസ് ബി ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണം. എങ്ങനെയാണ്, ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ 2 ഇൻറ്റു ആദ്യത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ നമ്പർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. a മൈനസ് ബി ആണെങ്കിലോ, ആണെങ്കിൽ ഇതൊക്കെ തന്നെ മൈനസ് വരും. ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആദ്യത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ നമ്പർ പ്ലസ് ബി സ്ക്വയർ. അതായത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറും a മൈനസ് ബി ഹോൾ സ്ക്വയർ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇക്വേഷൻ പഠിക്കണം, നിർബന്ധമാണ്. കേട്ടല്ലോ. എന്നിട്ട് ചെയ്ത് നോക്കണം. വെറുതെ ഇതൊക്കെ ഒന്ന് എഴുതി നോക്കണം. വെറുതെ കണ്ടന്റ് ഇരിക്കരുത്. കണ്ടന്റ് ഇരുന്ന് കഴിഞ്ഞാൽ വലിയ ഉപകാരമൊന്നുമില്ല. നിങ്ങൾ എഴുതി നോക്കിയാലേ ഇത് പഠിക്കൂ. കേട്ടല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.